നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ആദ്യം നോക്കുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്നാണ് അതിനെ ചുരുക്കി വിളിക്കുന്നത്. ഇത് ഇന്ത്യയുടെ കമ്മോഡിറ്റി മാർക്കറ്റിന്റെ ഒരു റെഗുലേറ്ററി ബോഡിയാണ്. ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എസ്റ്റാബ്ലിഷ് ചെയ്തത് 12th April 1988 അന്ന് ഇതൊരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരുന്നു. പിന്നീട് സെബി ആക്ട് 1992 കീഴിൽ ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുത്തു. 30th January 1992 മുതൽ ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്, മഹാരാഷ്ട്ര. മധാബി പുരി ബച്ച് ആണ് ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് സെബിയുടെ. ഷീസ് ദ ഫസ്റ്റ് വുമൺ ചെയർമാൻ ടു ലീഡ് സെബി. സെബിനെ ലീഡ് ചെയ്യുന്ന ആദ്യത്തെ വുമൺ ചെയർമാൻ കൂടിയാണ് മധാബി പുരി ബച്ച് എന്ന് പറയുന്നത് ആള്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് GSAT-20 കുറിച്ചാണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പേസ് എക്സ് ഫാൽക്കൺ 9 ഇന്ത്യയുടെ GSAT-20 സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രോഡ്കാസ്റ്റ് കവറേജ് കൊടുക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് NSLIL എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ആമാണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ. അവരാണ് GSAT-20 ലോഞ്ച് ചെയ്തത്. അതിന് റീനെയിം ചെയ്തിരിക്കുന്നത് GSAT-N2 എന്നാണ്. അത് സ്പേസ് എക്സ് ഫാൽക്കൺ റോക്കറ്റിലാണ് അത് ഓൺബോർഡ് ചെയ്തിരിക്കുന്നത്. 2024 സെക്കൻഡ് ക്വാർട്ടർ ആകുമ്പോഴത്തേക്കും അത് നമ്മൾ ആ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ GSAT-20 എന്ന് പറയുന്നത് K-band സാറ്റലൈറ്റ് ആണ്. അതായത് ഫുള്ളി ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ആൻഡ് ഫൗണ്ടഡ് ബൈ ദി NSIL. ഇത് ഒരു പാൻ ഇന്ത്യ കവറേജ് കൊടുക്കുന്ന ഒരു ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ് ആണ്. ആൻഡമാൻ നിക്കോബാറിലേക്കും ലക്ഷദ്വീപ് ഐലൻഡിലേക്കും എല്ലാം ഇതിന്റെ കവറേജ് കിട്ടുന്നതായിരിക്കും. അടുത്താണ് നമ്മുടെ ഇന്നത്തെ പേപ്പറിൽ വലിയൊരു ന്യൂസ് ഉണ്ട്. 6 സ്പേസ് മിഷൻസ് ടു ബി എക്സൈറ്റഡ് ഫോർ ഇൻ 2024. 2024 നടക്കാൻ പോകുന്ന 6 എക്സൈറ്റഡ് ആയിട്ടുള്ള സ്പേസ് മിഷൻസിനെ കുറിച്ച് നമുക്ക് ആ 6 പേരൊന്ന് പറഞ്ഞു പോവാം. ആദ്യത്തെയാണ് യൂറോപ്പ ക്ലിപ്പർ. നാസയാണ് യൂറോപ്പ ക്ലിപ്പർ എന്ന് പറയുന്ന ഒരു മിഷൻ കൊണ്ടുവരുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ജൂപ്പിറ്റേഴ്സിന്റെ ലാർജസ്റ്റ് മൂൺസ് യൂറോപ്പയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ജൂപ്പിറ്ററിന്റെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള യൂറോപ്പയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂറോപ്പ ക്ലിപ്പർ എന്ന് പറയുന്നത് ഒരു മിഷൻ വരുന്നത്. യൂറോപ്പ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്, എർത്തിന്റെ മൂണിനേക്കാളും വളരെ സ്മോൾ ആണ്. അതിന്റെ സർഫസ് എല്ലാം ഐസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഐസ് ഷെല്ലിന്റെ താഴെ യൂറോപ്പ എന്ന് പറയുന്നത് ഒരു സോൾട്ട് വാട്ടർ ഓഷ്യൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ സയന്റിസ്റ്റ് ഈ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിഷനിലേക്ക് വരുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ മിഷൻ ആർടെമിസ് 2 ലോഞ്ച് ആണ്. ആർടെമിസ് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോളോയുടെ ട്വിൻ സിസ്റ്റർ, അപ്പോളോ എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിലെ അപ്പോളോയുടെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള ആർടെമിസ് എന്നുള്ള ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. നാസ ഇസ് ഗോ ബാക്ക് ടു ദി മൂൺ. ഇത് മൂണിലേക്ക് ഹ്യൂമൻസിനെ സെൻഡ് ചെയ്യുന്ന ഒരു മിഷനായിട്ട് ആദ്യം നടന്ന 1972 അതായത് ഇൻക്ലൂഡിംഗ് ദി ഫസ്റ്റ് വുമൺ ആൻഡ് ദി ഫസ്റ്റ് പേഴ്സൺ ഓഫ് കളർ. സോ ആദ്യം 1972 ഇവർ ഹ്യൂമൻസിനെ സെൻഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതാണ് വൈപ്പർ ടു ഹണ്ട് വാട്ടർ ഓൺ ദ മൂൺ. വൈപ്പർ എന്ന് പറയുന്നത് വോളാറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ എന്നുള്ളതിന്റെ ഒരു ചുരുക്കപ്പേരാണ്. ഇതൊരു ഇസ് എ റോബോട്ട് ദ സൈസ് ഓഫ് എ ഗോൾഫ് കാർട്ട് അത്രയും സൈസുള്ള ഒരു റോബോട്ട് ആണ്, നാസയുടെ ആണ്. മൂണിന്റെ സൗത്ത് പോളിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് 2024 വെച്ചിരിക്കുന്ന ഒരു മിഷനാണ്. അടുത്താണ് ലൂണാർ ട്രെയിൽ ബ്ലാസർ ആൻഡ് പ്രൈം 1. നാസയുടെ റീസെന്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, നാസ വളരെ റീസെന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്മോൾ ലോ കോസ്റ്റ് പ്ലാനറ്ററി മിഷൻസിലാണ്. അതിനാണ് സിംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് സിംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഇന്നോവേറ്റീവ് മിഷൻ ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. അതിൽ വരുന്നതാണ് ഈ ലൂണാർ ട്രെയിൽ ബ്ലേസറും പ്രൈം 1. അടുത്താണ് ജാക്സാസ് മാർട്ടിയൻ മൂൺ എക്സ്പ്ലോറേഷൻ. ജാക്സ MMX എന്നാണ് അറിയപ്പെടുന്നത്, ജാക്സ MMX മിഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഫോബോസ് ഡെയ്മോസ് എന്നൊക്കെ പറയുന്ന മാർസിന്റെ മൂൺസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്താണ് ESA's ഹെറ മിഷൻ. ഹെറ എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു മിഷനാണ്. ഡൈമോഫോസ് ആസ്ട്രോയിഡ് സിസ്റ്റത്തിലേക്കുള്ള ഒരു മിഷനാണിത്. നാസയുടെ ഡാർക്ക് മിഷൻ 2022 ഇത് വിസിറ്റ് ചെയ്തായിരുന്നു. ഇത്രയാണ് നമ്മുടെ 6 പുതിയതായിട്ട് വരാൻ പോകുന്ന സ്പേസ് മിഷൻസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെ കുറിച്ചാണ്. നാദിയ ക്ലാവിനോ ഫ്രം സ്പെയിനിൽ നിന്നുള്ള നാദിയ ക്ലാവിനോ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ്, യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഷീ സക്സീഡ്സ് വെർണർ ഹോയർ ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ വെർണർ ഹോയറിന് ശേഷമാണ് ഇവർ വന്നത്. ഫസ്റ്റ് സ്പാനിഷ് പ്രസിഡന്റ് കൂടെയാണ് ഇത്. അടുത്തത് നമ്മൾ നോക്കുന്നത് സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസിനെ കുറിച്ചാണ്. ഇപ്പൊ ന്യൂസിൽ വളരെയധികം കാണുന്നതാണ്. സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന ഈയിടെ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. അപ്പൊ ഇത് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തത് 1931-ലാണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാമിലീസിന്റെ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാണെന്നുള്ളതാണ്. കൂടുതലായിട്ട് റൂറൽ ആൻഡ് അർബൻ ഏരിയാസിൽ, രണ്ടും റൂറൽ ആൻഡ് അർബൻ ഏരിയാസിലുള്ള ഇന്ത്യൻ ഫാമിലീസിന്റെ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് നമ്മൾ ഓരോ ഫാമിലി ഐഡന്റിഫൈ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് എക്കണോമിക് സ്റ്റാറ്റസ് വെച്ച്, ഒന്ന് കാസ്റ്റ് സ്റ്റാറ്റസ് വെച്ച്. അപ്പൊ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ to allow the government to come up with an indicator of deprivation mean to identify the poor for targeted scheme. അപ്പോൾ പൂവേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമിക് സ്റ്റാറ്റസ് നോക്കുന്നു. ദെൻ കാസ്റ്റ് സ്റ്റാറ്റസ് അലോ ദ ഗവൺമെന്റ് ടു റീ ഇവാലുവേറ്റ് വിച്ച് കാസ്റ്റ് ഗ്രൂപ്പ്സ് ആർ എക്കണോമിക്കലി ബാക്ക്വേർഡ്. അതായത് ഏത് കാസ്റ്റ് ഗ്രൂപ്പ് ആണ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളത് എന്ന് റീഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു എയിം ആണ്. അപ്പൊ രണ്ട് രീതിയിലാണ് സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് നടക്കുന്നത്. ഒന്ന് എക്കണോമിക് സ്റ്റാറ്റസ് നോക്കിയിട്ട്, ഒന്ന് കാസ്റ്റ് സ്റ്റാറ്റസ് നോക്കിയിട്ട്. അടുത്ത നോക്കുന്നത് ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി, NPT എന്ന് പറയും. ഇപ്പോ ഗ്ലോബൽ ന്യൂക്ലിയർ ഓർഡറുമായി ബന്ധപ്പെട്ട് ചില കൺസേൺസ് നടക്കുന്നുണ്ട്. US റഷ്യ റിലേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് NPT ന്യൂസിൽ വരുന്നത്. NPT എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺസിന്റെ വെപ്പൺ ടെക്നോളജിയൊക്കെ സ്പ്രെഡ് പ്രിവെന്റ് ചെയ്യാം, അതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യാം, ഡിസാർമെന്റ് ഒക്കെ ചെയ്യാം. ഇതൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. 1968-ലാണ് ഇത് സൈൻ ചെയ്തത്. 1970 മുതലാണ് ഇത് ആക്ഷനിൽ വന്നത്. കറന്റ് 191 മെമ്പേഴ്സ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NPT-യിൽ ഇന്ത്യ മെമ്പർ അല്ല എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ലിഥിയം മൈനിങ് ആണ്. ലിഥിയം ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് ന്യൂസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കണ്ടന്റ് ആണ്. ഇന്ത്യയുടെ കാബിൽ ഖാനിജ് ബിന്ദേശ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി 211 crore അർജന്റീനയിലെ ഫിയാംബാല റീജിയനിലെ ലിഥിയം ബ്ലോക്സിൽ എക്സ്പ്ലോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. ലിഥിയം എന്ന് പറയുന്നത് വൈറ്റ് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. റീചാർജബിൾ ബാറ്ററീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിഥിയം ആണ്. അതിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ഡിഫറെന്റ് വേസിൽ എക്സ്ട്രാക്ട് ചെയ്യാം, ഡിപ്പെൻഡ് ഓൺ ദ ഡിപ്പോസിറ്റ്. ഡിപ്പോസിറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് വിവിധ രീതിയിൽ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ജനറലി സോളാർ ഇവാപറേഷൻ ഓഫ് ലാർജ് ബ്രൈൻ പൂൾസ്, അതാണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, അല്ലെങ്കിൽ ഹാർഡ് റോക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് ദി ഓർ. ഈ രണ്ട് മെത്തേഡാണ് മെയിൻ ആയിട്ട് എക്സ്ട്രാക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ യൂസസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലിഥിയത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇലക്ട്രോ കെമിക്കൽ സെൽസിന്റെ ആയിട്ടുള്ള ഒരു ഘടകമാണ് ലിഥിയം. അതായത് ബാറ്ററീസ്, ഇപ്പൊ ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ ബാറ്ററീസ്, ലാപ്ടോപ്സ്, മൊബൈൽസ്, ഇതിലെല്ലാം ലിഥിയം ഉണ്ട്. പിന്നെ തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻസിലും ലിഥിയം യൂസ് ചെയ്യാൻ പറ്റും. അലുമിനിയത്തിന്റെ മെഗ്നീഷ്യത്തിന്റെ ഒക്കെ അലോയുടെ കൂടെ യൂസ് ചെയ്തിട്ട് ഈ അലുമിനിയത്തിന്റെ മെഗ്നീഷ്യത്തിന്റെയും സ്ട്രെങ്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടെ ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ലിഥിയം യൂസ് ചെയ്യുന്നുണ്ട്. മേജർ റിസർവ്സ് എന്ന് പറയുന്നത് ചിലിയാണ് മെയിൻ ആയിട്ട് വരുന്നത്, പിന്നെ ഓസ്ട്രേലിയ, ദെൻ അർജന്റീന. ലിഥിയം ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത് അർജന്റീന, ബൊളീവിയ, ചിലി എന്ന് പറയുന്ന 3 രാജ്യങ്ങളാണ് ലിഥിയം ട്രയാങ്കിൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, നാഫിസ് എന്ന് പറയും. ഇത് ക്വിക്ക് ആൻഡ് ഈസി ഡിസ്പോസൽ ഓഫ് കേസസ്. നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിലുള്ള കേസുകൾ വരുമ്പോൾ പെട്ടെന്ന് അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് ഈ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ കൊണ്ടുവന്നത്. അതൊരു സെൻട്രലൈസ്ഡ് ക്രൈം ആൻഡ് ക്രിമിനൽ ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസ് കൊണ്ടുവരാം, ഒരു സെർച്ചബിൾ രീതിയിൽ. ഡെവലപ്പ് ചെയ്തത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആണ്, NCRB എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സെൻട്രൽ ഇൻഫർമേഷൻ റിപ്പോസിറ്ററി ആണ്. ഇതിനകത്ത് കൺസോളിഡേറ്റ് ആയിട്ടുള്ള ഇന്ത്യ മുഴുവനുള്ള ഫിംഗർ പ്രിന്റ് ഡാറ്റകൾ കൺസോളിഡേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിനെ മാനേജ് ചെയ്യുന്നത് NCRB തന്നെയാണ്, ഫിംഗർ പ്രിന്റിംഗ് ബ്യൂറോ വഴി. സോ ഇന്നത്തെ ന്യൂസ് പേപ്പറിലൂടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.